നോമ്പ് കാലഘട്ടം മനുഷ്യരോട് ക്ഷമിച്ച് ദൈവീക ക്ഷമ പ്രാപിപ്പാനായി ഒരുങ്ങുന്ന കാലഘട്ടം. നോമ്പ് കാലഘട്ടം മറ്റുള്ളവരോട് ക്ഷമിച്ച് ദൈവീക ക്ഷമ പ്രാപിക്കുവാനായി ഒരുങ്ങേണ്ടുന്ന കാലഘട്ടം. നോമ്പ് ക്രൂശിനോട് ചേർന്നുള്ള ഒരു യാത്രയാണ്. ക്രൂശിലൂടെ ചൊരിഞ്ഞ രക്തത്താൽ പാപക്ഷമ പ്രാപിക്കുവാനായി ഒരുക്കത്തോടെ നാം ആയിരിക്കുന്ന കാലഘട്ടം. ഈ കാലഘട്ടം നമുക്ക് നൽകുന്ന ഒരു വലിയ ബോധ്യം ഇതാണ്: മറ്റുള്ളവരോട് ക്ഷമിപ്പാൻ നാം തയ്യാറാകണം. ഒരിക്കൽ ക്രിസ്തുവിന്റെ ശിഷ്യനായ പത്രോസ് യേശുവിന്റെ അരികിലേക്ക് കടന്നു വന്ന് ചോദിക്കുന്നുണ്ട്, കർത്താവേ, എന്റെ സഹോദരനോട് ഞാൻ എത്ര വട്ടം ക്ഷമിക്കണം? 7 വട്ടം മതിയോ? കർത്താവ് പറയുന്നു, 7 അല്ല, 70 വട്ടം ക്ഷമിക്കണം. തുടർച്ചയായ, ഒരുപക്ഷെ അവസാനമില്ലാത്ത ഒരു ക്ഷമയുടെ അനുഭവമായി നീ മാറണം. ക്ഷമ നിന്റെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറണം. എന്തിനാണ് ഞാൻ അത്രത്തോളം ക്ഷമിക്കുന്നത്? 1, 2, 3, 7 വട്ടം എന്നോട് തെറ്റ് ചെയ്യുന്നവനോട് ക്ഷമിക്കാം. അതിലും അധികം തെറ്റ് ചെയ്യുന്നവനോട് ഞാൻ എന്തിന് ക്ഷമിക്കണം? കർത്താവ് അതിന് പറയുന്നത് ഒരു അനുഗ്രഹിക്കപ്പെട്ട ഉപമയാണ്. ഒരു രാജാവിനോട് 10,000 താലന്ത് കടപ്പെട്ട ഒരു മനുഷ്യൻ. ആ കടം അവന്റെ ജീവിതകാലത്തിൽ ഒരിക്കലും വീട്ടുവാൻ കഴിയില്ല. എന്നാൽ അവന്റെ അവസ്ഥ കണ്ട് യജമാനന്റെ രാജാവിന്റെ അരികിൽ കടന്നു വന്ന് തന്റെ അവസ്ഥകളെ വിവരിക്കുമ്പോൾ രാജാവ് അവന്റെ കടം ഇളച്ചു നൽകുകയാണ്. ഈ സന്തോഷത്തോടെ ഭവനത്തിലേക്ക് മടങ്ങുന്നവൻ തനിക്ക് 100 വെള്ളിക്കാശ് തരുവാനുള്ള തന്റെ കൂട്ടുകാരനെ വഴിയിൽ കണ്ട് അവനെ പിടിച്ച് അവനെ ഉപദ്രവിച്ച് ആ കാശ് തന്നു തീരുവോളം അവന്റെ തുറുങ്കിൽ അടയ്ക്കുകയാണ്. എന്നാൽ 10,000 താലന്ത് ഇളച്ചു കിട്ടിയ ഈ മനുഷ്യനെ രാജാവ് തിരികെ വിളിപ്പിച്ച് കൂട്ടുകാരനോട് ക്ഷമിക്കാത്തവനെ അകത്തെ തടവിൽ അന്ധകാരത്തിലേക്ക് ഇടുകയാണ്. ഈ ഉപമയിലൂടെ കർത്താവ് പറയുന്ന ഇങ്ങനെയാണ്: ഒരിക്കലും ക്ഷമിപ്പാൻ കഴിയാതെ വണ്ണം കഠിനമായ പാപത്തിന്റെ ഉടമകളാണ് നാം ഓരോരുത്തരും. എന്നാൽ ക്രിസ്തു തന്റെ രക്തം ചിന്തി നമ്മെ വീണ്ടെടുത്തിരിക്കുമ്പോൾ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത് മറ്റുള്ളവരോട് ക്ഷമിക്കുക എന്നതാണ്. നമ്മുടെ സഹപ്രവർത്തകരോട്, നമ്മുടെ സഹപാഠികളോട്, നമ്മുടെ കുടുംബാംഗങ്ങളോട്, നമ്മുടെ ജീവിത പങ്കാളിയോട്, നമ്മെ ചതിച്ചവരോട്, നമുക്ക് എതിരായി പ്രവർത്തിക്കുന്നവരോട്, നമ്മുടെ ശത്രുവിനോട് ക്ഷമിക്കാതെ ഒരിക്കലും ദൈവീക ക്ഷമ പ്രാപിപ്പാനായിട്ട് കഴിയില്ല. കർത്താവിന്റെ പ്രാർത്ഥനയിൽ പോലും നാം ആവർത്തിച്ചു പറയുന്നത്, എന്റെ കടക്കാരോട് ഞാൻ ക്ഷമിച്ചതുപോലെ കർത്താവെ എന്റെ കടങ്ങളെ ക്ഷമിച്ചു നൽകണമേ എന്നാണ്. ഈ നോമ്പിന്റെ കാലഘട്ടം ക്ഷമയുടെ നാളുകളായി മാറട്ടെ. നമ്മുടെ ചുറ്റുപാടുമുള്ളവരോട് ക്ഷമിപ്പാൻ, നമുക്ക് ദ്രോഹം ചെയ്യുന്നവരോട് ക്ഷമിപ്പാൻ, അതിലൂടെ ദൈവത്തിന്റെ വലിയ ക്ഷമ പ്രാപിപ്പാൻ ദൈവം നമ്മെ ഒരുക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.